ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തിരുവനന്തപുരത്ത് മദ്യപാനം ചോദ്യം ചെയ്തതിന് യുവാവിനെ മർദ്ദിച്ച ക്രിമിനൽ സംഘത്തിലെ 2 പേർ പിടിയിൽ. പാങ്ങോട് പോലീസിന്റെ പിടിയിലായത് സിദ്ദിഖ്, അക്ബർ ഷാ എന്നിവർ. പ്രതികളെ പിടികൂടിയത് ഒളിവിൽ കഴിയവേ. ഇരുവരും കാപ്പ കേസുകളടക്കം നിരവധി കേസുകളിൽ പ്രതികൾ. സ്കൂൾ മുറ്റത്തെ ബന്ദിപ്പൂക്കൾ വിളവെടുത്ത് കോട്ടയം ചേന്നാട് നിർമ്മല LP സ്കൂളിലെ കുരുന്നുകൾ. വിളവെടുപ്പ് നടന്നത് ഹെഡ്മിസ്ട്രസ് സുനിത വി നായരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ. സ്കൂൾ അലങ്കരിച്ചതും പൂക്കളമിട്ടതും ഇതേ പൂക്കൾ ഉപയോഗിച്ചു തന്നെ. ഓണം ആഘോഷിച്ച് കോട്ടയം പാലാ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും സ്ഥലം മാറിപ്പോയ ജീവനക്കാരെ മൊമന്റോ നൽകി ആദരിച്ചു. അത്തപ്പൂക്കളമിടിയിലും ഓണസദ്യയും കലാപരിപാടികളുമായി വർണ്ണാഭമായി ഓണാഘോഷം. വയനാട് ദുരന്തത്തെ തുടർന്നും സാമ്പത്തിക പ്രതിസന്ധി മൂലവും ഓണത്തൊല്ലൊഴിവാക്കി തൃശൂർ കുന്നംകുളം പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ. പ്രതിസന്ധി ടൂറിസം വകുപ്പിൽ നിന്നുള്ള ഗ്രാന്റ് ലഭിക്കാത്തതിനാലെന്ന് ഭാരവാഹികൾ. ആലപ്പുഴ പുലിയൂർ സുറിയാനി കത്തോലിക്ക പള്ളിയിലെ കാണിക്കവഞ്ചിയിലെ പണം കവർന്ന കേസിലെ പ്രതി പിടിയിൽ. പിടിയിലായത് തിരുവല്ല സ്വദേശി മണിയൻ. ചെങ്ങന്നൂർ പോലീസിന് പള്ളി അധികാരികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി 10ഓളം മോഷണ കേസുകളിലെയും പ്രതിയാണിയാൾ. തൃശൂർ ഏനാമാക്കിൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. അർജുന നൃത്തത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയിൽ മാവേലിമാരും മലയാളി മംഗമാരും കേരളീയ വേഷധാരികളും അണിനിരന്നതോടെ ഘോഷയാത്ര വർണ്ണാഭമായി. സായാഹ്ന ധർണ സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി. പീച്ചി ഡാം അശാസ്ത്രീയമായി തുറന്നുവിട്ട് വെള്ളപ്പൊക്കമുണ്ടാക്കിയെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ. കാപ്പ നിയമം ലംഘിച്ച് തൃശൂരിൽ കറങ്ങി നടന്ന ക്രിമിനൽ കേസ് പ്രതിയെ മണ്ണുത്തി പോലീസ് പിടികൂടി. 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് നിയന്ത്രണം നേരിട്ട കൊഴുക്കുള്ളി സ്വദേശി സത്യജിത്താണ് പിടിയിലായത്. ശാസ്താംകോട്ട ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് വീൽചെയറുകൾ കൈമാറി ഫ്രണ്ട്സ് പ്രവാസി കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ആവശ്യമറിയിച്ചതിനെ തുടർന്നാണ് 2 വീൽചെയറുകൾ കൈമാറിയത്. യൂത്ത് കോൺഗ്രസ് എറണാകുളം ചേന്നമംഗലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളുള്ള വീടുകളിലേക്ക് 130 ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വടക്കേക്കര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ പഴഞ്ചേരിയിൽ കാറിടിച്ച് കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് പഴഞ്ചേരി കിഴക്കേപ്പറമ്പിൽ CK നാരായണൻ. വീടിനടുത്തുള്ള കടയിലേക്ക് പോകവെ എടത്തൊടി കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നാരായണനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് പരിചരണ പദ്ധതി ഓണക്കിറ്റ് വിതരണം നടത്തി. കാഞ്ഞാണി സിംല മാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകട മരണം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചതിന് ആക്ട് സെക്രട്ടറി MM മുഹസിനെതിരെ കള്ളക്കേസെടുത്തെന്ന ആരോപണം. കേസെടുത്തത് കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന വകുപ്പ് ചുമത്തി. സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റ് തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മത്സര ഓട്ടത്താൽ മരണപ്പെട്ട വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട്. ആലപ്പുഴ മാവേലിക്കര യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തത് പ്രദേശത്തെ 32 കുടുംബങ്ങൾക്ക്. വിതരണോദ്ഘാടനം സുരേഷ് നന്ദനം നിർവഹിച്ചു. കോട്ടയം രാമപുരത്ത് റെക്സിൻ കടയ്ക്ക് തീപിടിച്ചു. തീപിടുത്തത്തിൽ കട പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കൊല്ലം അഞ്ചലിൽ ഓണസമൃദ്ധി കാർഷിക ചന്തയ്ക്ക് തുടക്കം. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രത്തിലാണ് കാർഷിക ചന്ത പ്രവർത്തിക്കുന്നത്. കാർഷിക ചന്ത നടത്തുന്നത് കൃഷിഭവനും അഞ്ചൽ പഞ്ചായത്തും സംയുക്തമായി. തിരുവനന്തപുരം നെടുമങ്ങാട് പൊതുഗതാഗത സംവിധാനമില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിന് മണ്ഡലം തല ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. കമ്പ കെട്ട് പൊട്ടട്ടെ